ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഞാനിവിടെ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ്. അബാൻ ജംഗ്ഷൻ എന്ന് പറയും. അബാൻ ജംഗ്ഷൻ ഇവിടെ ഫേമസ് ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക. നമുക്ക് വളരെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വ്യത്യാസം എത്ര ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് ടാബ്ലറ്റ്സ് ഞങ്ങൾ വാങ്ങിച്ച മെഡിസിൻ എല്ലാം ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. അതിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാങ്ങിച്ച ഐറ്റം ഫസ്റ്റ് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ട് പോയായിരുന്നു. ഇങ്ങനെ ഒരു ലിസ്റ്റ് അവിടെ കൊണ്ട് കൊടുക്കുമ്പം കടയിൽ അവർ വേറെ നമുക്ക് പ്രിൻ്റഡ് ബില്ല് തരുമല്ലോ, രസീത് തരുമല്ലോ. അതാണ് ഈ കാണുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും മുഴുവൻ വീഡിയോയും കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സാമ്പത്തിക ലാഭം നിങ്ങളുടെ നിത്യജീവിതത്തിൽ എല്ലാ മാസവും ഉണ്ടാകുന്ന 5 ഐറ്റമാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് രണ്ടും ഒരേ ഐറ്റം തന്നെയാണ്. അതായത് ഈ കാണുന്ന ആദ്യത്തെ 2 അത് സ്ട്രിപ്പ് ഡിവൈഡ് ചെയ്ത് തന്നുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുന്നത് ഈ ആദ്യത്തെ ഈ ഐറ്റം കിൽനി ഡിപ്പൈൻ 20 mg 10 എന്ന് പറഞ്ഞാൽ 10 ടാബ്ലറ്റ്സിൻ്റെ ഒരു സ്ട്രിപ്പാണ്. അത് ഈ കിടക്കുന്നതാണ്. ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നത് 10 ടാബ്ലറ്റ്സ് ഉണ്ട്. 2, 4, 6, 8, 10 ഇതാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 20 mgയുടെ 10 ടാബ്ലറ്റിന് വില ഇവിടെ എഴുതിയിരിക്കുന്ന MRP എന്ന് പറയുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ. കാണിച്ചു തരാം. 19 രൂപ 80 പൈസ. അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ ഇവിടെ എംബ്ലവും കോഡും ഒക്കെ ഉണ്ട്. പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രയിൽ കിട്ടുന്ന വിലയാണ്. അതായത് ഇതാണ് അതിൻ്റെ ഫുൾ സ്ട്രിപ്പ്. 10 പാക്കായിട്ട് കിട്ടും. അതിൽ നമുക്ക് തുറന്ന് കാണിക്കാം. അതിൽ ഏകദേശം ഇതുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എണ്ണാം. അതായത് ഇവിടെ നിന്ന് എണ്ണാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 സ്ട്രിപ്പായിട്ടുള്ള ഒരു ബാഗ്, ഒരു കവറാണ്, ഒരു പാക്കാണിത്. അതിന് മൊത്തം വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതാ ഉണ്ടോ. അതായത് 10 19 രൂപ 80 പൈസ വെച്ച് അവർ കണക്ക് കൂട്ടും കേട്ടോ. ഇത് MRP എന്ന് പറഞ്ഞാൽ 10 അവർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഈ 10 for 10 ടാബ്ലറ്റ്സ് എന്ന് ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കാണിച്ച പോലെ ഒരു സ്ട്രിപ്പ് വെച്ച് 10 പാക്കിന് ആണ് എത്ര വരും? 10 പാക്ക് 198 രൂപ വരും. അപ്പം 198 രൂപ വരും. 198 രൂപയും ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച ഈ മൂന്ന് സ്ട്രിപ്പും കൂട്ടി 19 രൂപ 80 പൈസ വെച്ച് 3 സ്ട്രിപ്പ് കൂടെ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ വരും. അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ വരുമ്പോൾ നമുക്ക് 157 രൂപയേ ആയിട്ടുള്ളൂ. ഇത്രയും വാങ്ങിച്ചതിന് ഓർക്കണം. ഈ ഫുൾ പാക്കും 10 സ്ട്രിപ്പിൻ്റെ ഫുൾ പാക്കും 3 സ്ട്രിപ്പ് എക്സ്ട്രായി വാങ്ങിച്ചതിന് നമുക്ക് അത്രയാകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 20 ടാബ്ലറ്റ് ജനറിക് ആണല്ലോ നമുക്ക് വില കുറച്ച് തരുന്നത്, ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറിക് കാർട്ടിൽ നമ്മൾ ഓൺലൈനാണ് അതിലും വില കുറച്ച് കിട്ടും നമ്മൾ ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കുന്നതിൽ. അപ്പം നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാം. ഇവിടെ ജനറിക് കാർട്ടിൽ മെഡിസിൻ സ്റ്റോർ ഉണ്ടോ. നമ്മൾ സെർച്ച് ചെയ്താൽ ഇവിടെ സ്ട്രിപ്പ് 10 ടാബ്ലറ്റിൻ്റെ ഒരു സ്ട്രിപ്പ് ഉണ്ടോ. സിൽനി ഡിപ്പൈൻ 20 mg. ഇത് എൻ്റെ ഇടയ്ക്ക് പറയുകയാണ്, ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള മരുന്നാണ്, പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നാണ് കേട്ടോ, ഒരു ടാബ്ലറ്റാണ്. അങ്ങനെയാണ് പ്രിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഇത് അനുസരിച്ച് മാനുഫാക്ചറുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. സ്റ്റോക്ക് ഉണ്ടോ. ഇതിന് MRP 117 രൂപയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. കേവലം 10 ഈ സ്ട്രിപ്പിന് അവരെഴുതിയിരിക്കുന്നത് 116 രൂപ 117 രൂപ MRP ആണ് എഴുതിയിരിക്കുന്നത്. ഈ 117 രൂപ MRP എഴുതിയിരിക്കുന്നത് 55 രൂപയ്ക്ക് തരുമെന്നാണ് പറയുന്നത് ഓൺലൈൻ സ്റ്റോറിൽ ജനറിക് മെഡിസിൻ്റെ. ഇവിടെ എത്രയാണ് നമ്മുടെ വിലയെന്ന് നമ്മൾ നേരത്തെ കണ്ടോ. ഇവിടെ 19 രൂപ 80 പൈസയേ ഉള്ളൂ 10 ഒരു സ്ട്രിപ്പിന്. ആ സ്ഥാനത്താണ് 55 രൂപയ്ക്ക് ജനറിക് മെഡിസിൻ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഏകദേശം കണക്കൂട്ടി നോക്ക്. ഒരു കടയിൽ ചെന്ന് ജനറിക് മെഡിസിൻ്റെ വാങ്ങിച്ചാലും നിങ്ങൾക്ക് 60 രൂപ മാക്സിമം 65 രൂപയ്ക്ക് അവർ തരും. മിനിമം. അതിൽ കൂടുതൽ കുറച്ച് അവർ തരത്തില്ല. ഇത് ഓൺലൈൻ വാങ്ങിക്കുന്നതുകൊണ്ടാണ് ഈ ഇത്രയും വില കുറച്ച് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഈ 19 രൂപ 80 പൈസയുടെ 10 ടാബ്ലറ്റ് വരുന്ന ഈ സ്ട്രിപ്പിന് എത്ര വ്യത്യാസം വന്നു എന്ന് നിങ്ങൾ തന്നെ കണക്കൂട്ടിക്കോ. അപ്പോൾ നമുക്ക് കിട്ടിയ 19 രൂപ 80 പൈസ. അത് ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. 10 19 രൂപ 80 പൈസ. അത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കൂട്ടി അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രത്തിൽ നമുക്ക് 45 രൂപ 20 പൈസ ലാഭത്തിൽ കിട്ടും. അപ്പം ഈ എക്സാമ്പിൾ വെച്ചിട്ട്
ഈ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കും വാങ്ങിക്കാം. ഇവിടെ പോയി നമ്മുടെ പ്രധാനമന്ത്രി ജന ഔഷധി കേന്ദ്രയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലെയും പ്രശ്നങ്ങളും കൂടി നമുക്കിവിടെ ഒന്ന് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സ്ഥലങ്ങളിൽ ഈ കടകൾ കാണത്തില്ല. അന്വേഷിച്ച് നമ്മൾ നോക്കിയാൽ സെർച്ച് ചെയ്തൊക്കെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇന്ന സ്ഥലത്തുണ്ടോ ജന ഔഷധി കേന്ദ്ര, പ്രധാനമന്ത്രി ജന ഔഷധി കേന്ദ്ര, അതായത് PMJAK അങ്ങനെയാണ് അതിൻ്റെ ഷോർട്ട് ഫോം, PMJAK, പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്ര എന്നടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇതിൻ്റെ സ്റ്റോക്ക് വിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ പോയി അത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് വേറിട്ട് ഒരു സ്ഥലത്തായിരിക്കാം ചിലപ്പം. കാരണം ഇതിന് മാർജിൻ വളരെ കുറച്ച് അവർ വാങ്ങിക്കുന്നുള്ളൂ, കിട്ടുന്നുള്ളൂ എന്ന കാരണം കൊണ്ട് ചിലപ്പം വാടക കുറഞ്ഞ സ്ഥലത്തെ കെട്ടിടത്തിലായിരിക്കും, മുറിയിലായിരിക്കും അവർ പ്രവർത്തിക്കുന്നതെന്ന് മാത്രം. അപ്പം ഞങ്ങളിത് തപ്പിപ്പിടിച്ച്, ഞങ്ങൾ മുംബൈയിലായിരുന്നു താമസം, ബാംഗ്ലൂർ വന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു കേരളത്തിലേക്ക്. ആ സമയം ഞങ്ങളിത് ഷിഫ്റ്റ് ചെയ്ത് നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്ന മെഡിസിൻസൊക്കെയാണ്. വൈഫിന് ധാരാളം മെഡിസിൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റഡ് ആയതുകൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ കഴിച്ചേ പറ്റൂ. അപ്പം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വളരെ വില കുറച്ച് ഏകദേശം 6000-7000 രൂപയുടെ ഞങ്ങൾക്ക് 3000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന മെഡിസിൻസാണ് ഞങ്ങളിവിടെ വന്ന് വാങ്ങിക്കാനായിട്ട് തിരഞ്ഞു പിടിച്ച് ഇവിടെ എത്തിയത് പത്തനംതിട്ടയിൽ. അപ്പോൾ പത്തനംതിട്ടയിൽ വന്നു. അവിടെ വന്ന് ഞങ്ങൾക്ക് വളരെ ന്യായമായ വിലയ്ക്ക് അത് കിട്ടി. അത് പത്തനംതിട്ടയിലെ കടയിലെ വിവരങ്ങൾ കാണുക, വീഡിയോ മുന്നോട്ട് കാണുക. ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പ് ഫേമസ് ആണ് ഇവിടെ. അതിൻ്റെ താഴത്തെ നിലയിൽ തന്നെയാണ്. സ്റ്റെപ്പിറങ്ങി താഴത്ത് പോകണം. ആൾക്കാർ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. പ്രധാനമന്ത്രി നടപ്പിലാക്കിയ ജൻ ഔഷധി കേന്ദ്ര പത്തനംതിട്ട ജില്ലയിൽ, പത്തനംതിട്ട ടൗണിൽ, പത്തനംതിട്ട സിറ്റിയിൽ തന്നെ ഉണ്ട്. ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു ഫ്ലൈ ഓവർ ഇവിടെ പണിത് വരുന്നത് കൊണ്ട് കുറച്ച് തിരക്കുണ്ട്. കാരണം ഇവിടെ ഒരു ഇടുങ്ങിയ റോഡുകളായിട്ടാണ്. ഈ ഫ്ലൈ ഓവർ തീർന്നു കഴിയുമ്പോൾ പത്തനംതിട്ട ടൗണിൻ്റെ മുഖച്ഛായ തന്നെ മാറുകയാണ്. ഈ അബാൻ ജംഗ്ഷനിൽ ഇത് അബാൻ ആർക്കേഡ് എന്ന് പറയുന്ന ഈ കാണുന്ന വലിയ കെട്ടിടം. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ സംവിധാനം. ഈ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് പത്തനംതിട്ട ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പോലും നടക്കണ്ട, അതായത് 1/2 കിലോമീറ്റർ പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ സ്കൂട്ടറിലാണ് വന്നത്. 3 മിനിറ്റ് നടന്ന് താഴ്ത്തി വന്നാൽ ഇവിടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം പോകാൻ. സ്വല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു 10-8 അടി സ്റ്റെപ്പ് നമ്മൾ നടന്ന് ഇങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ തന്നെയല്ലും. ഇത് ഞാനിങ്ങനെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ കാര്യം, നിങ്ങൾക്ക് 80-70% വിലക്കുറവിൽ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന മരുന്നുകൾ ലഭ്യമാകുന്ന ഒരു കടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് താഴോട്ടിറങ്ങി കാണിച്ചു തരികയാണ്. ഇവിടെ ഞാനും ഭാര്യയും കൂടി വന്നു. മരുന്നുകളുടെ ലിസ്റ്റൊക്കെ കൊടുത്തിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ്. അധികം ആളില്ല, എന്നാലും ഉണ്ട്. 500 രൂപയ്ക്ക് നമുക്കിവിടെ ലഭിക്കുമെന്നുള്ളതാണ്. ഇതാണ് നല്ല തിരക്കുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം പോയി വന്നും പോയി ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു ജംഗ്ഷനാണ്. ഇവിടെ എല്ലാവർക്കും എത്തപ്പെടാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ മുമ്പേ കാണിച്ച ബോർഡ് ഒന്നുകൂടി കാണിക്കും. അതായത് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ജന ഔഷധി യോജന പ്രകാരം നമുക്ക് ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഹാർട്ട് പേഷ്യൻസിനുള്ള സ്റ്റെൻറ്റ് 5000 രൂപയ്ക്ക് വരെ ലഭ്യമാകുന്നു എന്നാണ് അറിയുന്നത്. അത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്തവർ, ഓപ്പറേഷനൊക്കെ ചെയ്തവർ, വളരെ പണ്ട് 1,00,000 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനമാണത്. അതൊക്കെ ഈ കടകളിൽ ലഭ്യമായിരിക്കുകയില്ല. അത് ഹോസ്പിറ്റൽ, നമ്മൾ സർജറി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അന്വേഷിച്ചാൽ അത് അവിടെ ലഭ്യമായിരിക്കാം. കുറേ മെഡിസിൻ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ മെഡിസിനും എല്ലാം അവൈലബിൾ അല്ലേ? ആ ലിസ്റ്റുള്ള നമ്മൾ ലിസ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ടുണ്ട്. ഇത്രയും മെഡിസിൻ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. എൻ്റെ ലിസ്റ്റ് നമ്മൾ കൊടുത്തിരുന്നു ഓൾറെഡി. എൻ്റെ ബില്ല് തന്നു കഴിഞ്ഞു. അപ്പോൾ ഈ റെസിറ്റ് അനുസരിച്ച്, ബില്ലനുസരിച്ച് നമുക്ക് കിട്ടിയത് 992 രൂപ 60 പൈസ. അത് പുറത്ത് നമുക്ക് 3500 രൂപയോളം വില വരുന്ന മെഡിസിനാണ് ഈ വിലയ്ക്ക് കിട്ടിയതെന്ന് ഓർക്കണം. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ഷോപ്പ് എവിടെയാണെന്ന് തപ്പി പോകുമല്ലോ തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങളുടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്ന ഈ സ്റ്റെപ്പ് അതുപോലെ കയറി പോകാൻ ഇച്ചിരി പ്രയാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരു 8 അടി സ്റ്റെപ്പേ ഉള്ളൂ. ശരിയാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ കയറിക്കഴിഞ്ഞാൽ റോഡിൽ എത്തിക്കഴിഞ്ഞു.
ഇതാണ് അബാൻ ജംഗ്ഷൻ. ഒന്നുകൂടി പറയുകയാണ്, ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 3 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ പോവാം. അപ്പോൾ ഇതാണ്, ഇത് പ്രത്യേകം ഓർത്ത് വെച്ചാൽ മതി. ഓക്സിജൻ ഇതിൻ്റെ ഷോറൂമിൻ്റെ താഴെയാണ്, താഴത്തെ നിലയിലാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. നന്ദി.